ഇൻറ്റിമസി എന്ന് പറയുമ്പോൾ പലപ്പോഴും ആൾക്കാരുടെ മനസ്സിലേക്ക് വരുന്നത് ലൈംഗികമായിട്ടുള്ള ഇൻറ്റിമസി ആയിരിക്കാം. അത്തരം ലൈംഗികപരമായിട്ടുള്ള ഇൻറ്റിമസിയെ കുറിച്ചിട്ടല്ല ഇവിടെ സംസാരിക്കുന്നത്. അല്ലാതെ നമുക്കതെങ്ങനെ വളർത്തിയെടുക്കാം? ഒന്നാമത്തേതെന്ന് പറയുന്നത് അഫെക്ഷനാണ്. ഒരു ഹഗ് ചെയ്യുന്നതാകാം, ഒരു കിസ് ചെയ്യുന്നതാകാം, നല്ല രീതിയിൽ ടെക്സ്റ്റ് ചെയ്യുന്നതാകാം, അവർക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് പ്രത്യക്ഷപ്പെടുന്നതാകാം, അവരെ കേൾക്കുന്നതാകാം. ഇതെല്ലാം അഫെക്ഷനായിട്ട് നമുക്ക് കണക്കാക്കാം. ഇതെല്ലാം ചെയ്യുന്നതിലൂടെ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് സഹായിക്കും. ഈ ഇൻറ്റിമസി എന്ന് പറയുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്ന ഒരു സാധനമല്ല. അതൊരു അക്യൂമുലേറ്റഡ് റിസൾട്ടാണ്. ഒരുപാട് കാലം നമ്മളങ്ങനെ ചെയ്ത് അത് ഡെവലപ്പായി വരുന്നതാണ്. ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്യാനുള്ള രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ആണ്. ആ വ്യക്തിയെ ആ വ്യക്തിയായിട്ട് തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. കുറ്റങ്ങളും കുറവുകളും നെഗറ്റീവുകളും ഫ്ലോപ്പുകളും ഫോൾട്ടുകളും എല്ലാം ഉണ്ടായിരിക്കും. അതിനെല്ലാം നമ്മൾ ഉൾക്കൊള്ളുക, സ്വീകരിക്കുക. അവരെ മാറ്റാനായിട്ട് നമ്മൾ പോകാൻ നിൽക്കരുത്. അവരെന്താണോ അവരെ അതേപോലെ നമ്മൾ ഇഷ്ടപ്പെടുക. അവരെ നന്നാക്കേണ്ട ഒരു പ്ലാനാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളതെങ്കിൽ നമ്മൾ അവരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവരുടെ ഒരു നല്ല വേർഷനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അവരെ ആസ് ഇറ്റ് ഈസ് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ആർക്കും അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് മാറാനൊന്നും പറ്റില്ല. ഇൻറ്റിമസി വളർത്താനുള്ള മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് ട്രസ്റ്റാണ്. അക്സെപ്റ്റൻസിൻ്റെ കൂടെ തന്നെ ചേർത്ത് വായിക്കേണ്ട ഒന്ന് തന്നെയാണ് ഈ പറയുന്ന ട്രസ്റ്റ് എന്ന് പറയുന്നത്. ട്രസ്റ്റ് ഉള്ള ഒരു സ്ഥലത്ത് മാത്രമേ ആ ബന്ധത്തിനകത്തൊരു വൾണറബിലിറ്റി ഉണ്ടാവുള്ളൂ. അതായത് എല്ലാ കാര്യങ്ങളും തുറന്ന് ചർച്ച ചെയ്യുന്നതിനും ഇടപഴകുന്നതിനും ഒരു തട്ടും തടസ്സവും ഇല്ലാതെ, മനസ്സിലൊരു സങ്കോചമില്ലാതെ അങ്ങനെ പെരുമാറണമെങ്കിൽ ഈ പറയുന്ന സാധനം വേണം. അതേപോലെ തന്നെ നമ്മുടെ പ്രോമിസുകൾ നമ്മൾ കറക്റ്റായിട്ട് പാലിക്കുന്ന ഒരാളാണ്. നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് നമ്മൾ കൃത്യമായിട്ട് പാലിക്കുന്ന ഒരാളാണ്. മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ അതേപോലെ തന്നെ മനസ്സിനകത്ത് സൂക്ഷിക്കുന്ന ഒരാളാണ്. നമ്മളത് അപ്പുറത്ത് പോയി പറയുക, ഇപ്പുറത്ത് പോയി പറയുക, അങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കാത്ത ആളാണ്. നമ്മൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയാണ്. തെറ്റുകളുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കുന്ന ഒരാളാണ്. അതേപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം വരുമ്പോൾ തന്നെ മറ്റുള്ള ആ വ്യക്തിയുടെ ഉള്ളിൽ നമ്മളെക്കുറിച്ചിട്ടുള്ള ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. സോ ഈ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഇൻറ്റിമസിയിലേക്കാണ് പോകുന്നത്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സേഫ്റ്റിയാണ്. സേഫ്റ്റിയും ഈ പറയുന്ന ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാരണമാണ്, ഒരു സാധനമാണ്. അവർക്ക് നമ്മളൊരു സ്പേസ് കൊടുക്കുക. അവർ ഫ്രീ ആയിട്ടിരിക്കട്ടെ. എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ എന്നുള്ളൊരു തോന്നൽ അവരുടെ ഉള്ളിൽ ഉണ്ടാക്കണം. അതിനാണ് ഈ സേഫ്റ്റി. ഒരു വഴക്കോ ഒരു പ്രശ്നമോ വരുന്ന സമയത്ത് ഏത് എക്സ്റ്റെൻറ്റ് വരെ കാര്യങ്ങൾ പോകും, ഏതുവരേക്ക് പോകാൻ പറ്റും, അതിൻ്റെ പേരിൽ നമ്മളെ ക്രൂശിക്കുകയോ ക്രൂരത നമ്മളോട് കാണിക്കുകയോ ചെയ്യുകയില്ല എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാക്കണം. ഒരു അത്യാവശ്യത്തിന് ആശ്രയിക്കാൻ പറ്റുന്നൊരു വ്യക്തിയാണ് നമ്മൾ എന്നുള്ളൊരു തോന്നൽ അവരുടെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കണം. അതേപോലെ തന്നെ അവരൊരു ഫൈറ്റോ ഒരു ആർഗ്യുമെൻറ്റോ എന്തെങ്കിലും ഒരു പരിപാടി നടന്നു ആയുധം വെച്ച് കീഴടങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ പോയിട്ട് ആക്രമിക്കുന്ന ഒരാളാകരുത്, ആകില്ല എന്നുള്ളൊരു തോന്നൽ നമ്മളെക്കുറിച്ച് അവർക്കുണ്ടാകണം. അതായത് ആയുധം കീഴ വെച്ച ഒരാളെ നമ്മൾ ആക്രമിക്കുന്നത് മോശമല്ലേ. ഇത്തരം ഒരു സേഫ്റ്റി മനോഭാവവും ഈ പറയുന്ന ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്യുന്ന സാധനമാണ്. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഹോണസ്റ്റിയാണ്, സത്യസന്ധത. നേരത്തെ പറഞ്ഞ പോലെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ്, സത്യം മാത്രമേ പറയാറുള്ളൂ എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിൽ ഉണ്ടാക്കണം. ഇടയ്ക്കിടെ എക്സ്ക്യൂസസ് പറയുക, നുണകൾ പറയുക, ഒരു കാരണവശാലും ആരും അവരെ വിശ്വസിക്കുകയില്ല. അതുപോലെ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാവുന്ന ഒരാളാവുക നമ്മൾ. ഇതെല്ലാം ഇൻറ്റിമസി വളർത്തുന്ന കാര്യങ്ങളാണ്. ഏതൊരു ബന്ധത്തിനകത്തും ഈ പറയുന്ന ഇൻറ്റിമസി വളർത്താൻ സത്യസന്ധതയ്ക്ക് വലിയൊരു പവറുണ്ട്. നമ്മൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ്, ചതിക്കുന്ന ഒരാളല്ല, സത്യം ഉള്ളിലുള്ള ഒരാളാണ്, നന്മ ഉള്ളിലുള്ള ഒരാളാണ് എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിലുണ്ടാവും. മറ്റേത് പുറത്തൊന്ന് കാണിക്കുന്നു, ഉള്ളിലൊന്ന് വേറെ. അങ്ങനത്തെ ഒരാളല്ല എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിലുണ്ടാക്കാൻ ഇത് കാരണമാകും. ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കമ്പാഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യക്തി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അവരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റണം. യു ആർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഫോർ മീ എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാകണം. എന്തൊക്കെ സംഭവിച്ചാലും എന്ത് വന്നാലും ശരി ഞാനുണ്ടായിരിക്കും എന്നുള്ളൊരു തോന്നൽ അവരുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ നമുക്ക് പറ്റണം. ഞാനുണ്ട് എന്ന് പറയുന്ന ഒരു ധൈര്യം അവർക്ക് അതിൽ നിന്ന് കിട്ടണം. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും? അതാണ് കമ്പാഷൻ. ആ ഒരു ഫീൽ അവരുടെ ഉള്ളിൽ വരുത്തുന്നതാണ് കമ്പാഷൻ. അതിനനുസരിച്ചുള്ള രീതിയിലുള്ള പെരുമാറ്റവും സംസാരവുമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. ഏതൊരു കഷ്ടപ്പെടുന്ന സമയത്തും ദോ ഇവിടെ ഉണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റണം. അങ്ങനെ പെരുമാറാനും നിങ്ങൾക്ക് പറ്റണം. അത് അവരുടെ ഉള്ളിൽ ഈ പറയുന്ന ഇൻറ്റിമസീനെ വളർത്താൻ സൂപ്പറായിട്ട് സഹായിക്കുന്ന ഒരു പോയിന്റാണ്. ഏഴാമത്തതും അവസാനത്തതുമായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് കൺസിഡറേഷനാണ്. നമ്മളവരെ പരിഗണിക്കുന്നുണ്ട്, അവരെ മനസ്സിലാക്കുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. അവരുടെ അഭിപ്രായങ്ങളും അവരുടെ പെരുമാറ്റങ്ങളും അവരുടെ സ്വഭാവങ്ങളും അവരുടെ ലക്ഷ്യങ്ങളും എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്നും കൂടി നമ്മൾ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ കണ്ണിലൂടെ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ കൺസിഡറേഷൻ്റെ ഭാഗങ്ങളാണ്, അവരെ പരിഗണിക്കുന്നതിൻ്റെ ഭാഗങ്ങളാണ്. ഇതെല്ലാം ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്യുന്നതിനും ഊട്ടിയുറപ്പിക്കുന്നതിനും പറ്റുന്ന സൂപ്പർ പോയിന്റുകളാണ്, സൂപ്പർ ടിപ്പുകളാണ്. ഈ പ്രാക്ടിക്കൽ ടിപ്പുകളൊക്കെ നിങ്ങളൊന്ന് പയറ്റി നോക്ക്.
സക്സസ് ഉറപ്പാണ്. നിങ്ങളുടെ ഇടയിൽ ഇൻറ്റിമസി സൂപ്പറായിട്ട് വളരും. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.